നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് CPM-നും ഇടതുപക്ഷത്തിനുണ്ടായ പരാജയങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തുറന്നുപറച്ചിൽ യാഥാർത്ഥ്യവുമായി ചേരുന്നതല്ലെന്ന് തളിപ്പറമ്പ് MLA TK ഗോവിന്ദനും പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് CPM-നും ഇടതുപക്ഷത്തിനുമുണ്ടായ പരാജയ കാരണങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തുറന്നുപറച്ചിൽ യാഥാർത്ഥ്യവുമായി ചേരില്ലെന്ന് തളിപ്പറമ്പ് MLA TK ഗോവിന്ദനും പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണനും പറഞ്ഞു. ഈ സംസ്ഥാന കമ്മിറ്റിക്കും അതിന്റെ നേതൃത്വ സഹജമായ സ്വജനപക്ഷപാതിത്വത്തിന്റെയും പാർലമെന്ററി മോഹങ്ങളുടെയും ജീർണതയിൽ നിന്ന് തെറ്റുതിരുത്തി പുറത്തു വരാനോ പറ്റിയ പിശക് അംഗീകരിക്കാനോ അല്പം പോലും കഴിയുന്നില്ല. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും തോൽവിക്ക് കാരണം ജില്ലാ കമ്മിറ്റിയല്ല. ജില്ലാ സെക്രട്ടേറിയറ്റിൽ തളിപ്പറമ്പിൽ നിശ്ചയിച്ചിരുന്ന സ്ഥാനാർത്ഥിയെ ഭൂരിപക്ഷം പേരും എതിർത്തതാണ്. പയ്യന്നൂരിൽ TI മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പാർട്ടിക്കുള്ളിൽ അഭിപ്രായം ഉയർന്നിരുന്നു. സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. പരാജയത്തിന്റെ ഉത്തരവാദിത്തം ജില്ലാ കമ്മിറ്റിക്കാണെന്ന് പറയുന്നത് ശരിയല്ലെന്നും സംസ്ഥാന സെക്രട്ടറി അങ്ങനെ പറയുന്നത് വഞ്ചനയാണെന്നും അവർ പറഞ്ഞു. അഭിപ്രായം പറയാനും വിമർശനം ഉന്നയിക്കാനും പാർട്ടി നേതാക്കന്മാർ ഉൾപ്പെടെ സന്നദ്ധമാകാതിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഈ പാർട്ടിക്കകത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്, ഈ അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാർട്ടി വിരുദ്ധരോ പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങളോ ചൂണ്ടിക്കാണിക്കണം. 3 തവണ തെറ്റുതിരുത്തൽ രേഖ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച് കീഴ് വിശദീകരിച്ചു. അതിൽ പറഞ്ഞ് ഏതെങ്കിലും ഒരു കാര്യം നടപ്പായോ? എന്തേ നടപ്പാകാത്തത്? ഇപ്പോ സംസ്ഥാന കമ്മിറ്റി പറയുന്നത് ഇതിന്റെ തലപ്പറമ്പിലും പയ്യന്നൂരും പരാജയപ്പെടാൻ ഇടയായതിന്റെ ഉത്തരവാദിത്തം പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ മേലെയാണ് ഇപ്പൊ കെട്ടിവെച്ചത്. ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റി എന്നാണ് ഇപ്പോ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് കബളിപ്പിക്കലാണ്. ഇത് ശരിയായ പാർട്ടി വഞ്ചനയാണ്. വസ്തുതകളും സത്യവും ജനങ്ങളിൽ നിന്നും പാർട്ടിയിൽ നിന്നും മൂടിവെക്കലാണ്. യഥാർത്ഥത്തിൽ ജില്ലാ കമ്മിറ്റി കാണാം തെറ്റുപറ്റിയത്. പാർട്ടിക്ക് സത്യം പറയണ്ടേ? പത്രസമ്മേളനത്തിൽ പറയുന്നില്ലെങ്കിൽ ഇനി പാർട്ടി ഘടകങ്ങൾ പറയോ? അവർ പറയുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്. സാങ്കേതികമായി ശരിയാണ്. പക്ഷേ എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥികൾ വന്നത്? പാർട്ടി അണികളെ കേട്ട ശേഷമുള്ള റിവ്യൂ അല്ല തയ്യാറാക്കിയത്. തെറ്റുതിരുത്തൽ നാടകമാണെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരാജയത്തിന് കാരണമായ വസ്തുതകൾ മറക്കുകയാണ്. തോൽവിയുടെ കാരണങ്ങളെ കുറിച്ച് ജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടുന്നത് അപഹാസ്യമാണ്. കഴിഞ്ഞ സർക്കാർ BJP-യുമായി ഡീലുണ്ടാക്കിയെന്ന സംശയം ജനങ്ങൾക്കുണ്ടായി. PM ശ്രീയിൽ ഒപ്പിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഉദ്യോഗസ്ഥർ ഒപ്പിടില്ല. വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയത് തിരിച്ചടിയായി. വെറുതെ നടന്നുപോകുന്ന ഒരാളെ കാറിൽ കയറ്റുകയായിരുന്നില്ല. ന്യൂനപക്ഷങ്ങളെ ഇക്കാര്യം അകറ്റിയെന്നും മതനിരപേക്ഷത മറന്നതാണ് പരാജയ കാരണമെന്നും T ഗോവിന്ദൻ പറഞ്ഞു. സത്യസന്ധമായിട്ട് പാർട്ടി ജനങ്ങളോട് പറയുകയും തെറ്റുപറ്റിപ്പോയി പറയുന്നതാണെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് തെറ്റും പറ്റിയിട്ടില്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് ഞാൻ മാത്രമല്ല, മുഴുവൻ സെക്രട്ടറി ഒന്നോ രണ്ടോ പേര്, രണ്ടില്ല, ഒരാൾ മാത്രമാണ് സെക്രട്ടറി വെച്ച നിർദ്ദേശത്തിന് അംഗീകരിച്ചത്. ഒരാൾ മാത്രമാണ്. അപ്പൊ എന്തുകൊണ്ട് ഇതൊരു ഡ്രാമയായിരുന്നു ഇതിനു മുമ്പ്? അതായത് ഇങ്ങനെ ഈ സ്ഥാനാർത്ഥിയെ ഇവിടെ നിശ്ചയിക്കാൻ വേണ്ടി നിർദ്ദേശിക്കാൻ ഇടയായിട്ട് മുമ്പ് തന്നെ അണിയറിയിച്ച നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് തളിപ്പറമ്പിൽ നിന്ന് ഒരു വനിതാ സ്ഥാനാർത്ഥി വരണം എന്ന് ആദ്യം പറയുകയാണ്. അന്ന് നിന്നവർക്ക് അറിയാലോ. അങ്ങനെ വരുന്ന ആരായിരിക്കണം? അത് ഈ കക്ഷി ആയിരിക്കണം. ഇതാണല്ലോ വെക്കുന്ന നിർദ്ദേശം. സമഗ്ര ന്യൂസ് കണ്ണൂർ. നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.